ലൈം ടീ ആണ് കുടിക്കുന്നത്, വേറെ ഒന്നല്ല. കളറ് കണ്ട് പേടിക്കണ്ട. ഇത് സംഗീത് ഫേമസ് ഗിറ്റാറിസ്റ്റാണ്. തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബിനി. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൈവേ കാണാൻ വേണ്ടി വന്നത്. അപ്പം അങ്ങോട്ട് അടച്ചിട്ടേക്ക. തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബിനി ഹോട്ടല്, ബിനി ഹെറിറ്റേജിന് മുമ്പിലാണ് പഴയ നമ്മുടെ ബിനി ഹോട്ടല് തൃശ്ശൂർ. വൻ സെറ്റപ്പായി കഴിഞ്ഞു. വൻ സെറ്റപ്പല്ലേ ഇവിടെ, അതല്ല ഇങ്ങോട്ട് വന്നത്. ഒന്ന് കാണണ്ടേ? ഈ അന്താരാഷ്ട്ര ആകാശപാത കാണാൻ പോകണമെങ്കിൽ കാണാം. തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബിനിയിൽ വന്ന ഒരുപാട് മാറ്റങ്ങളാണ്. ഈ സ്ഥലമുണ്ടോ? എൻ്റെ താഴെ പണ്ട് ഞാൻ കരാട്ടയ്ക്ക് വന്നിരുന്ന സ്ഥലമാണ്. ഞാൻ ഇവിടുന്ന് ബ്രൗൺ ബെൽറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ബ്രൗൺ ബെൽറ്റ് ഇടുന്നുണ്ട് കരാട്ടയ്ക്ക്. ഇതിൻ്റെ താഴെ നിന്നാണ് പണ്ട്. ഇവിടെ ആളുകൾക്ക് ഇരുന്നിട്ട് ഫുഡ് അടിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. സെറ്റപ്പ് സ്ഥലം എന്ന് പറഞ്ഞാണിത്. ഒരു തവണെങ്കിലും ഇവിടേക്ക് വരിക. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ചായ കുടിക്കാൻ തിരിച്ചു വന്നതാ, വേറെ ഒന്നുമില്ല. ഞങ്ങളെ ഫുഡ് അടിക്കാനൊന്നും പോലില്ല. ചായ പറഞ്ഞിട്ടാ? പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചായ കുടിച്ചാൽ മതി, ഫുഡൊന്നും അടിക്കുന്ന ആവശ്യമില്ല. ഞങ്ങൾ ഈ നിൽക്കുന്ന 4 പേര്, ഇവൻ്റെ ബിസിനസ് പാർട്ട്ണറാ ബിജീഷ്. എന്നെ കാണാനില്ലോ. നീ ഇവിടെ? സുജയ്. ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചിരുന്നവരാ. 91 മുതൽ 93 വരെ കേരളോർമ്മ കോളേജിൽ ഒരുമിച്ച് പഠിച്ചിരുന്നവരാ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്നിച്ച് കൂടും. അപ്പം അങ്ങനെ കൂടിയപ്പോൾ വെറുതെ ബിനി ഇങ്ങനെ മോഡേണൈസ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഇപ്പോൾ രാത്രി ചുമ്മാ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഒരു ചാർമിനാർ റെസ്റ്റോറൻ്റ് ഉണ്ട്, മുളകും കൂട്. അപ്പുറത്ത് ഡൈൻ ഫുഡ്, അതിൻ്റെ അപ്പുറത്ത് തോംസൺ കസ, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ സഫേർ ഹോട്ടല്. ഇവരുടെയൊക്കെ സാധനങ്ങളുണ്ട്. ഒരു മിനിറ്റ്, ചായയുടെ കാശാരെ കൊടുക്കണം. ലൈം ടീ ആണ് കുടിക്കുന്നത്, വേറെ ഒന്നല്ല. കളറ് കണ്ട് പേടിക്കണ്ട. അപ്പോൾ തൃശ്ശൂർക്കാരെല്ലാവരും തൃശ്ശൂരിൻ്റെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരാം. ഇവിടെ 2 മണി വരെ ഉണ്ട് ഇല്ലേ നൈറ്റ്? അടയ്ക്കപ്പോഴാണ് 2 മണി. ബാറായിട്ടില്ല അല്ലേ? ഇത് സംഗീത് ഫേമസ് ഗിറ്റാറിസ്റ്റാണ്, മ്യൂസിഷ്യനാണ് അല്ലേ? അപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും 2 മാസം 1 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഓരോ പരിപാടികൾ ഇങ്ങനെ കൂടും. നീ ഇവിടെ വന്നപ്പോൾ വിചാരിച്ചില്ലോ ഇത് സെറ്റപ്പ് ആയിട്ടുണ്ടെന്നുള്ളത്? അതല്ല ഞാൻ ഇവിടെ വരാമെന്ന് പറഞ്ഞത്. തൃശ്ശൂർ ടൗണിൻ്റെ നടുവല്ലേ? തൃശ്ശൂർ വരണവരൊക്കെ ബിനി ഹെറിറ്റേജിൽ വരിക. ഇത് കഴിച്ചാൽ മതി. ഇത് ലൈം ടീ ആണ്, വേറെ ഒന്നുമില്ല. വേറെ ഒന്നും കിട്ടില്ല, അത്ര പറഞ്ഞിട്ടുള്ളൂ. ബാറൊന്നും ആയിട്ടില്ല, അതാണ് ഉദ്ദേശിച്ചത്, വേറെ ഒന്നുമല്ല. പറ്റിയെങ്കിൽ ഞങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആകാശപാത പണിതുണ്ട് തൃശ്ശൂർ. അപ്പം ഞങ്ങൾ അന്താരാഷ്ട്ര ആകാശപാതയിൽ പോകാം. എന്നാലും ഉദ്ഘാടനം കഴിഞ്ഞിട്ട് AFK എന്ന് പറഞ്ഞ് ആകാശപാത. അപ്പോൾ ആകാശപാതയിലേക്ക് പോവാം. നമ്മുടെ സാരഥി ഇവിടെ ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ അന്താരാഷ്ട്ര ആകാശപാത കാണാൻ പോവാം. തൃശ്ശൂരിൻ്റെ ഒരു മുഖമുദ്രയായിട്ടുള്ള ബുർജ് ഖലീഫ തൃശ്ശൂർ. അതായത് ദുബായിക്ക് ബുർജ് ഖലീഫ, അതുപോലെ പാരീസിന് ഈഫൽ ടവർ, മറ്റേ പിസ ടവർ, ഇറ്റലിയിലെ പിസ ടവർ, അതുപോലെ തന്നെ മലേഷ്യയിലെ കോലാലംപൂരെ പെട്രോണസ് ടവർ എന്നൊക്കെ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൻ്റെ ഇന്റർനാഷണൽ സ്കൈ വേലിക്കാണ്. അപ്പോൾ ഞങ്ങൾ റൗണ്ട് കൂടെ പോവാണ്. രാത്രി ആരും ഇല്ല, 11:30. അപ്പോൾ തൃശ്ശൂർ റൗണ്ട് കൂടെ ഉള്ള യാത്രയാണ് ഞങ്ങൾ. തൃശ്ശൂരിലെ
രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങൾ 4 പേര്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സാരഥി ഉണ്ട്. സാരഥി ഉഷാറ ഇരുട്ടായി കാരണം കാണാനില്ല മൊത്തത്തില്. അപ്പം അതൊക്കെ പോയി അങ്ങനെ ഞങ്ങള് തൃശ്ശൂർ അന്താരാഷ്ട്ര ആകാശപാതയ്ക്ക് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ രാത്രി അടച്ചിട്ടിരിക്കണം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. എന്നാലും ഞങ്ങള് വേറെ കാറിലിരുന്നിട്ട് ഇതിന്റെ വീഡിയോ ഒക്കെ പുറത്തുനിന്ന് കാണിക്കാന്നല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ കാണിക്കാം. വീഡിയോ പറ്റുമോ? വേറെ വഴിയില്ല. ഏതാ ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൈവേ കാണാൻ വേണ്ടി വന്നതാ. അപ്പൊ അങ്ങോട്ട് അടച്ചിട്ടേക്ക. മാർക്കറ്റൊക്കെ ഓൾറെഡി ഇപ്പൊ ഈ നമ്മുടെ പച്ചക്കറി മാർക്കറ്റ് ആണെങ്കിലും മീൻ മാർക്കറ്റ് ആണെങ്കിലും രാവിലെ 2 മണി 3 മണിയാണെങ്കിൽ ഓപ്പൺ ആവും. തുറന്നിടാലോ. എന്തുകൊണ്ടാ തുറന്നിടാത്ത?